ദൈവം നമ്മളെ ശിക്ഷിക്കുമോ? ദൈവം നമ്മളെ അടിക്കുമോ? ദൈവം നമ്മളെ കരയിപ്പിക്കുമോ? വേദനിപ്പിക്കുമോ? ഒരു വലിയ ചോദ്യമാണ്. സാത്താനല്ലേ നമ്മളെ ശിക്ഷിക്കുന്നേ? സാത്താനല്ലേ നമ്മളെ തകർക്കുന്നേ? സാത്താനല്ലേ നമ്മളോട് പോരാടുന്നേ എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാൽ ഞാൻ ഈ സന്ദേശത്തിൽ കൂടെ പറയുന്നത് ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മളെ അടിക്കുന്ന, നമ്മളെ കരയിപ്പിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്നത്തെ സന്ദേശം. അതുകൊണ്ട് ഈ മെസ്സേജിന്റെ അവസാനം വരെ നിങ്ങളിത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ചിന്തയുമായി ബന്ധപ്പെട്ട ആ ആലോചന നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ഇടയാകും. ഇവിടെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആധാരമായി എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോടും സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ? എബ്രായ ലേഖന കർത്താവ് എബ്രായ സഭാ വിശ്വാസികളോട് ചോദിച്ച ഒരു ചോദ്യമാണ്: നിങ്ങൾ ആ ദൈവത്തെ മറന്നുപോയോ? നിങ്ങൾ മറന്നു കളഞ്ഞു. ഏത് ദൈവത്തെ? സ്നേഹിച്ച് ശിക്ഷിക്കുന്ന, നമ്മളെ തല്ലുന്ന ദൈവത്തെ. എബ്രായ ലേഖനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുകയാണ്, 12-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്: അവൻ നമ്മളെ ശിക്ഷിക്കും, അവൻ നമ്മളെ തല്ലും. ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ തല്ലുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ തല്ലിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ ഒരു പിതാവായിരിക്കും, ഒരു മാതാവായിരിക്കും. നിങ്ങൾക്കുണ്ടായ ആ കുഞ്ഞിനെ തല്ലിയിട്ടുണ്ട്. തല്ലുന്നവരായിരിക്കും, ഇപ്പോഴും നിങ്ങൾ തല്ലുന്നവരായിരിക്കും. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തല്ലുന്നത്? എന്തിനാണ് വടി ഉപയോഗിക്കുന്നത്? കൊല്ലാനും നശിപ്പിക്കാനും ഉന്മൂലനാശം ചെയ്യാനും അല്ല. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഭക്തിയോടും നല്ല മനസ്സോടും ബഹുമാനത്തോടും താഴ്മയോടും അനുസരണത്തോടും കൂടെ വളരണം. അവർ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരണം എന്നതിനെ ചൊല്ലിയാണല്ലോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു മാനുഷിക അപ്പനായ ഞാനും നിങ്ങളും, അമ്മയായ നിങ്ങൾ പ്രസവിച്ച, നിങ്ങൾ ജന്മം കൊടുത്ത ഒരു കുഞ്ഞിനെ അവന്റെ ജീവിതത്തിൽ വന്ന തെറ്റെന്ന് ബോധ്യം വരുത്താൻ, അവനെ അതിൽ നിന്ന് തിരുത്താൻ, അത് ആവർത്തിക്കപ്പെടാതെ ഇരിക്കാൻ അപ്പനും അമ്മയുമായ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അടിക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ അത് കഠിനമായ വേദനയായി തോന്നിയേക്കാം. അത് പലപ്പോഴും നമുക്ക് തന്നെ ഒരു വേദനയായി തോന്നിയേക്കാം. ഞാൻ അടിച്ചല്ലോ, ഞാൻ തല്ലിയല്ലോ എന്നൊരു വേദന നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുന്നു. എന്തിനാണ്? നശിച്ചു പോകാതിരിക്കാൻ. അങ്ങനാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം, ആ ദൈവത്തിന്റെ മക്കളായ നമ്മെ ദൈവം വടി കൊണ്ടടിക്കും, നമ്മെ ശിക്ഷിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ പഠിക്കുമ്പോൾ ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കോല് എന്തിനാണ് ഒരു ഇടയൻ ഉപയോഗിക്കുന്നത്? ഉയരെ നിൽക്കുന്ന ആ സസ്യം അല്ലെങ്കിൽ ഈ ആടിന് വേണ്ട തീറ്റ ഉയരെ നിൽക്കുന്നത് വളച്ച് ഒടിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു കോല് ഉപയോഗിക്കും. ആ കോലിന്റെ അറ്റം വളഞ്ഞ് തോട്ടി പോണക്ക് ഇരിക്കും. എന്നാൽ കോല് കൊണ്ട് മാത്രം ആശ്വസിപ്പിക്കുമെന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വടിയും കോലുമെന്നാണ്. അപ്പൊ വടിയും ഒരു ഇടയന്റെ കയ്യിലുണ്ട്, വടിയുണ്ട്. എന്തിനാണ് വടി? ആ നേരെ നടക്കാത്ത, ഉഴപ്പ് കാണിക്കുന്ന, മുമ്പോട്ട് പോകാത്ത, കൂട്ടം തെറ്റിപ്പോകുന്ന ആടിനെ നേർവഴി നടത്താനാണ് വടി ഉപയോഗിക്കുന്നത്.
അപ്പൊ നോക്കുക, ഒരു ടീച്ചർ വടി ഉപയോഗിക്കുന്നു, ഒരപ്പൻ തന്റെ കുഞ്ഞിന്റെ മുമ്പിൽ വടി ഉപയോഗിക്കുന്നു, ഒരാടിന്റെ മുമ്പിൽ ഒരു ഇടയൻ വടി ഉപയോഗിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അതേപോലെ തന്റെ വടി ഉപയോഗിച്ച് നമ്മളെ ശിക്ഷിക്കും. പക്ഷേ ദൈവത്തിന്റെ ശിക്ഷ ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ്. എബ്രായ ലേഖനം 12:5 പറയുന്നു, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയെയും അരുത്. അപ്പൊ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ശിക്ഷിക്കും, ശാസിക്കും. ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് വരികയാണ്. എന്നാൽ വേദപുസ്തകത്തിനകത്ത് ഈ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആ വാക്യം വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് നാം അറിയണം. ആദ്യം അത് ദുഃഖമായി തോന്നിയേക്കാം. അയ്യോ, എൻ്റെ അപ്പൻ എന്നെ അടിച്ചല്ലോ, എൻ്റെ അമ്മ എന്നെ അടിച്ചല്ലോ, ടീച്ചർ എന്നെ അടിച്ചല്ലോ, ആ അപ്പച്ചൻ അമ്മച്ചി എന്നെ അടിച്ചല്ലോ, എന്നാൽ എന്നെ തല്ലിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞേക്കാം. അടി കിട്ടുന്ന കുഞ്ഞ് മാറി എന്ന് കരയുന്നില്ലേ? ഡാഡി എന്നെ അടിച്ചു, മമ്മി എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് കരയുന്നില്ലേ? ആദ്യം അതെന്തായി തോന്നും? ആ കുഞ്ഞിന് ഒരു ദുഃഖമായി തോന്നും. അത് എബ്രായ ലേഖന കർത്താവ് 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഏത് ശിക്ഷയും തൽക്കാലം അല്ലെങ്കിൽ ആരംഭത്തിൽ അത് ഒരു ദുഃഖമായി തോന്നിയേക്കാം, എന്നാൽ പിന്നത്തേതിൽ അത് സന്തോഷമായി മാറും. ഇപ്പോൾ അത് സന്തോഷമായി തോന്നുന്നില്ല. നിന്നെ തല്ലിയപ്പോൾ, നിന്നെ ശാസിച്ചപ്പോൾ, നിന്നെ ഗുണദോഷിച്ചപ്പോൾ അത് രസമെന്ന് തോന്നിയില്ല. നമുക്ക് അവരോട് മുഷിപ്പും വെറുപ്പും ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് ദുഃഖമല്ല, നമുക്ക് അത് സന്തോഷമാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ എത്തിച്ചേരാൻ ദൈവം നമ്മളെ ശിക്ഷിക്കും. അതാദ്യം എന്താണ് പ്രിയരെ? അത് ഇച്ചിരി ഭാരമായി തോന്നിയേക്കാം, ഇച്ചിരി വേദനയായി തോന്നിയേക്കാം. അത് താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കൂടെ, പരിസ്ഥിതിയിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥ കടന്നു വന്നേക്കാം. എന്നാൽ പിന്നത്തേതിൽ വേദപുസ്തകത്തിൽ കാണുകയാണ്, അത് ദുഃഖമെന്നല്ല, അത് സന്തോഷമായി മാറും. ഇസ്രായേൽ മക്കളെ ആദ്യം ദൈവം സൃഷ്ടിച്ചു. പിന്നീട് അവർക്ക് വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിച്ചേരാൻ അവസരം കിട്ടി. എന്നാൽ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പോകുന്നതിന് മുമ്പ് മരുഭൂമി വെച്ച് ദൈവം അവരെ പലവട്ടം അവന്റെ വടിയായ പല ശോധനകളിൽ കൂടെ ദൈവം അവരെ കടത്തിവിട്ടു. നോക്കുക, വെറുവെറുത്തവരെ പാമ്പ് കടിച്ചതും, മോശയ്ക്കും എതിരെ നിന്ന് സംസാരിച്ച മോശയുടെ പെങ്ങൾക്ക് പോലും പ്രതിസന്ധി നേരിട്ടതും, അപ്പം കിട്ടാതെയും ഇറച്ചി കിട്ടാതെയും ആമൻ പിറുപിറുത്ത ജനത്തിന് ദൈവം അതതിൻ്റെതായ മറുപടി കൊടുത്തതും. നോക്കുക, ഇവിടെ എല്ലാം കാണുന്നത് ആദ്യം ദൈവത്തിന്റെ ശിക്ഷ ദുഃഖമായി തോന്നാം, എന്നാൽ പിന്നത്തേതിൽ അത് സന്തോഷമായി, ഏറെ അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുമോ? ദൈവം നമ്മളെ ശിക്ഷിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ജോലി തരുന്ന ദൈവത്തെയാണ്, എന്നാൽ ജോലി കളയുന്ന ഒരു ദൈവമുണ്ട്. രോഗസൗഖ്യം തരുന്ന ദൈവത്തെയാണ്, എന്നാൽ രോഗമാക്കി നമ്മെ രോഗിയാക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് കടം വരുത്തി തരുന്ന ദൈവത്തെ നമുക്കറിയത്തില്ല, പക്ഷെ കടം വീട്ടുന്ന ഒരു ദൈവത്തെ നമുക്കറിയാം. അങ്ങനെയുള്ള ദൈവത്തെയാണ് നമുക്കിഷ്ടം. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കടവും ദുഃഖവും രോഗവും കഷ്ടവും വരുത്തുന്ന ഒരു ദൈവം കൂടെയുണ്ട്. എല്ലാം സാത്താൻ അല്ല ചെയ്യുന്നത്, എല്ലാം പോരാട്ടത്തിന്റെ ഭാഗമല്ല. ദൈവം അറിഞ്ഞുകൊണ്ട് അവന്റെ വടിയായി നമ്മളെ അത് ശിക്ഷിക്കുക. എന്തിന്? നമ്മളെ തകർക്കാനും ഒതുക്കാനും നശിപ്പിക്കാനും മുക്കി പഞ്ഞി വെക്കാനും ശവപ്പെട്ടിക്കകത്ത് വെക്കാനും അല്ല. പകരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളായി തീരാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ നിറവേറാൻ വേണ്ടിയാ. അങ്ങനാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന, ആത്മവരങ്ങൾ അനുഭവിച്ച, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധ ആത്മാവിൽ പറയട്ടെ, ദൈവം നിങ്ങളെ അടിക്കുന്നെങ്കിൽ അത് നിങ്ങളെ തകർക്കാനല്ല. സാത്താൻ നമ്മളെ അടിക്കുന്നത് നമ്മളെ നശിപ്പിക്കാനും തകർത്ത് കളയാനുമാണെങ്കിൽ, ഇവിടെ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന്റെ ശിക്ഷ തൽക്കാലം നമുക്ക് സന്തോഷമല്ലാതെ ദുഃഖമായി തോന്നുമ്പോഴും നിരാശപ്പെടരുത്. അത് പിന്നത്തേതിൽ ആനന്ദഘോഷം കൊണ്ടുവരത്തക്ക നിലയിൽ
ഒന്ന് തുള്ളി ചാടി ആനന്ദിക്കത്തക്ക നിലയിൽ ദൈവം എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നല്ലോ, അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കത്തക്ക നിലയിൽ ഇന്നത്തെ ശാസന, ഇന്നത്തെ ശിക്ഷ നാളെ അനുഗ്രഹമായി തന്നെ മാറും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു ശിക്ഷയും നമുക്ക് വരുത്തിയിട്ടില്ല. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം നമുക്ക് നടപ്പല്ലാത്തത് ഒന്നും ദൈവം തന്നിട്ടില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടില്ല. നമുക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തതൊന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടില്ല. ദൈവം നമ്മളെ എവിടെയെങ്കിലും പരീക്ഷിക്കുന്നെങ്കിൽ, തന്റെ വടി കൊണ്ട് നമ്മളെ ശിക്ഷിക്കുന്നെങ്കിൽ, അത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വടി ഏത് നിലയിലുള്ള വടിയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നെയും നിങ്ങളെയും ദൈവം വടി കൊണ്ട് ആമെ ശിക്ഷിക്കും. ഏത് വടിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് രോഗമെന്ന വടിയാകാം, ചിലപ്പോൾ അത് കഷ്ടത എന്ന വടിയാകാം, ചിലപ്പോൾ അത് കടഭാരം എന്ന വടിയാകാം, ചിലപ്പോൾ അത് ദാരിദ്ര്യം എന്ന വടിയാകാം, ചിലപ്പോൾ അത് ജോലിയില്ലായ്മ എന്ന വടിയാകാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതു വടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ദൈവം നമ്മളെ അടിക്കും, ദൈവം നമ്മളെ ശിക്ഷിക്കും, ദൈവം നമ്മളെ ശാസിക്കും. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷണത്തിലും ദൈവത്തിന്റെ ശാസനയിലും നാം വിധേയപ്പെട്ട് ദൈവത്തോട് പിറുപിറുക്കാതെ, ദൈവസന്നിധിയിൽ മർദ്ദലിച്ചു നിൽക്കാതെ, ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കാനും കരയാനും ആരാധിക്കാനും ഞാനും നിങ്ങളും തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് എന്ത് ചെയ്യും? അത് ഒഴുകി വരും പ്രിയരെ. അതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നവരെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ശിക്ഷിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരെയും കർത്താവ് ശിക്ഷിക്കത്തില്ല, എല്ലാവരെയും കർത്താവ് അടിക്കത്തില്ല, എല്ലാവരെയും കർത്താവ് തന്റെ ശിക്ഷണത്തിൽ കൂടെ കടത്തിവിടത്തില്ല. ആരെയാണ് ദൈവം ശിക്ഷിക്കുന്നത്? ആരെയാണ് ദൈവം ശാസിക്കുന്നത്? താൻ സ്നേഹിക്കുന്നവരെ. ആ വാക്യം നിങ്ങൾ നോക്കൂ, ദൈവം സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ഒരു ശിക്ഷണത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾ ഒത്തിരി വേദനയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, പ്രിയരെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇയ്യോബ് ദൈവത്തിന്റെ മകനായിരുന്നു. അതുകൊണ്ട് സാത്താൻ അവന്റെ വേലിക്കെട്ടിന്റെ അടുക്കൽ വരെ വന്നു. അവനെയോ അവന്റെ വസ്തുവകയോ അവന്റെ തലമുറയോ മൃഗസമ്പത്തിനെയോ അവന്റെ ആയുസ്സിനെ തൊടാൻ ഇയ്യോബിന്റെ മുമ്പിൽ വന്ന സാത്താന് പറ്റിയില്ല. എന്നാൽ ദൈവം ചോദിക്കുന്നു, നീ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഭൂമിയൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. അപ്പോൾ ദൈവം ചോദിക്കുക, എന്റെ ദാസനായ, ആ പദം കണ്ടോ പ്രിയരെ, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? സാത്താൻ എന്താ പറഞ്ഞത്? ഞാൻ എങ്ങനെ ദൃഷ്ടി വെക്കുന്നേ? നീ അവന് ചുറ്റും എന്ത് ചെയ്യുക? വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക. അപ്പൊ ഇയ്യോബിന് ചുറ്റും, ഇയ്യോബിന്റെ സമ്പത്തിന് ചുറ്റും, വീടിന് ചുറ്റും, മൃഗസമ്പത്തിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് ഇയ്യോബിന്റെ വേലിക്കെട്ടിനകത്ത് കയറാൻ സാത്താന് കഴിഞ്ഞില്ല. എന്നാൽ ദൈവം അനുവദിച്ചിട്ട് സാത്താനെ അവിടെ വെച്ചു കൊടുത്തു ഇയ്യോബിനെ പരീക്ഷിക്കാൻ. അതേ പ്രിയരെ, ദൈവം അനുവദിക്കാതെ നിന്റെ കോമ്പൗണ്ടിൽ ഒരു ശക്തിയും കയറത്തില്ല. ദൈവം അനുവദിക്കാതെ നിന്റെ കൊച്ചിനെ തൊടാൻ ആർക്കും പറ്റത്തില്ല. ദൈവം അനുവദിക്കാതെ ഒരു പോരാട്ടത്തിന് നിന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. ദൈവം അനുവദിക്കണം. അപ്പൊ ദൈവത്തിന് മാത്രമേ നമ്മളെ ശിക്ഷിക്കാൻ പറ്റൂ, ദൈവത്തിന് മാത്രമേ നമ്മളെ ശാസിക്കാൻ പറ്റൂ. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ പറയാം, ദൈവം നിങ്ങളെ അടിക്കുന്നെങ്കിൽ, ശാസിക്കുന്നെങ്കിൽ മറുതലിക്കാതെ മുട്ടുമടക്കി കരയുക, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, ദൈവത്തോട് കുറവേറ്റു പറയുക. ദൈവമേ, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ അടിക്കുന്നേ എന്ന് ചോദിച്ച് പിറുപിറുക്കുകയല്ല. പകരം, എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ അടിക്കുന്നേ എന്ന് ചോദിച്ചിട്ട്, എവിടെയാണ് ഞാൻ മടങ്ങി വരേണ്ടത്? ഞാൻ എവിടെയാണ് അമ്മേ ദൈവസന്നിധി കീഴ്പ്പെടേണ്ടത്? ഞാൻ നന്നാകേണ്ടത്? ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്ന് ദൈവത്തോട് എന്ത് ചെയ്യണം? ചോദിക്കണം. അങ്ങനെ ദൈവത്തോട് ചോദിച്ച് നിങ്ങളുടെ കുറവേറ്റു പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്നും
ദൈവത്തിന്റെ അടിയിൽ നിന്നും ശാസനയിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരായി മാറും. അതുകൊണ്ട് ദൈവം നമ്മളെ അടിക്കും, ദൈവം നമ്മളെ ശാസിക്കും, ദൈവം നമ്മളെ ശിക്ഷിക്കും. അതുകൊണ്ട് ആ ശിക്ഷയും ശാസനയും അടിയും ഒന്നും നമ്മളെ തകർക്കാനല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ വേദനയും ഈ ശാസനയും കഷ്ടതയും നിങ്ങളെ ഒതുക്കാനോ നിങ്ങളെ തകർക്കാനോ അല്ല. പകരം നിങ്ങളെ അനുസരണമുള്ള പെർഫെക്റ്റ് ആയ ഒരു മകനായി മകളാക്കി ദൈവത്തിന് നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. ഈ ശിക്ഷയിൽ നമുക്ക് അലിഞ്ഞു ചേരാം, ഈ ശിക്ഷയിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം, കുറവേറ്റു പറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പിൻ ചെയ്തിടുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ശിക്ഷിച്ചാൽ അതിന് നീക്കുപോക്കുണ്ട്, അതിന് പോംവഴിയുണ്ട്. ദൈവം അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആകയാൽ ദൈവത്തിന്റെ ശിക്ഷയെ നിരസിക്കാതെ മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറ ദൈവം അനുഗ്രഹിക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.